ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ PG വിദ്യാർത്ഥിനിയായിരുന്ന വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. നീണ്ട 36 മണിക്കൂറുകൾ ഇടവേളകളില്ലാതെ ജോലി ചെയ്ത അവർ ഒന്ന് വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയതാണ്. തൊട്ടടുത്ത ദിവസം രാവിലെ ഒപ്പമുള്ളവർ കാണുന്നത് അർദ്ധനഗ്നമായ അവളുടെ മൃതശരീരമാണ്. ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിന്റെ തെളിവുകൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കൊലപാതകമാണെന്ന് വ്യക്തമാവുന്ന ഈ കുറ്റകൃത്യത്തെ ആത്മഹത്യയാക്കി മാറ്റാനാണ് പോലീസുകാരും മറ്റധികാരികളും ആദ്യം ശ്രമിച്ചത്. അതായത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് ആദ്യം മെഡിക്കൽ കോളേജ് അധികാരികൾ പറഞ്ഞത്. എന്നാൽ അത് വിശ്വസിക്കാൻ അച്ഛനും അമ്മയും കൂട്ടാക്കിയില്ല. പാവപ്പെട്ട ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ആ പെൺകുട്ടി ഒരിക്കലും അവരെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യില്ലെന്ന് അവർക്കറിയാമായിരുന്നു. വളരെ ക്രൂരമായ രീതിയിലാണ് ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത്. ഒരു വശത്തെ ഇടുപ്പെല്ല് പൂർണ്ണമായി തകർന്നതായും ദേഹമാസകലം മുറിവുകൾ ഉള്ളതായും ഒക്കെ മൊഴികൾ വന്നിരുന്നു. സഞ്ജയ് സിംഗ് എന്ന സിവിക് വോളണ്ടിയറെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അയാൾ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് പെൺകുട്ടിയുടെ ഒപ്പം ജോലി ചെയ്തിരുന്നവർ പറയുന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി പറയപ്പെടുന്നുണ്ട്. അവൾക്ക് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെപ്പറ്റി അറിവുണ്ടായിരുന്നുവെന്നും അതിനാൽ തന്നെ നിരവധി ഭീഷണികൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിനെയൊക്കെ എതിർത്തതാണ് ആ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ പ്രചരണങ്ങളെയൊക്കെ ശരിവെക്കുന്ന രീതിയിൽ സംശയാസ്പദമായ രീതിയിലുള്ള നിരവധി പ്രവർത്തികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ക്രൈം സീനിന് തൊട്ടടുത്ത് തിരക്ക് പിടിച്ചു നടന്ന റിനോവേഷൻ വർക്കുകൾ വിവാദമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓഗസ്റ്റ് 14-ന് സമരത്തിന്റെ ഇടയിലേക്ക് ഇടിച്ചു കയറിയെത്തിയ ഗുണ്ടകൾ ഡോക്ടർമാരെ മർദ്ദിക്കുകയും മൃതദേഹം കണ്ടെത്തിയ സെമിനാർ ഹാളിനടുത്തുള്ള എമർജൻസി റൂം തകർക്കുകയും ചെയ്തത്. പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ഡോക്ടർ സന്ദീപ് ഘോഷിന് മണിക്കൂറുകൾക്കകം മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ ചുമതല നൽകിയതും വിവാദമായിരുന്നു. പിന്നീട് ഈ വിഷയത്തിൽ കോടതിയും ഇടപെട്ടു. ഈ സംഭവങ്ങളൊക്കെ തന്നെ ആ പെൺകുട്ടിയുടെ മരണത്തിൽ സഞ്ജയ് സിംഗ് മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനുള്ള തെളിവുകളാണെന്ന് സഹപ്രവർത്തകർ ആരോപിക്കുന്നു. ആ പെൺകുട്ടി എന്തിനാണ് വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന വിചിത്രവാദവും പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കേസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. 2022-ലെ കണക്കുകൾ അനുസരിച്ച് പ്രതിദിനം 90 ബലാത്സംഗ കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ കണക്കാണ്. എല്ലാ സംഭവങ്ങളും പുറത്തു വരില്ല എന്നതിനാൽ എണ്ണം ഇനിയും സ്വാഭാവികമായും കൂടും. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു റേപ്പ് കൾച്ചറിനെ പറ്റി ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞേ മതിയാവും. ഒരു പെൺകുട്ടി തനിക്ക് സംഭവിച്ച പീഡനത്തെപ്പറ്റി തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിന്റെ പ്രതികരണം എന്നതിന് നിരവധി തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്. അവളെ നമ്മൾ സ്ലട്ട് ഷെയിം ചെയ്യും, വാക്കുകൾ കൊണ്ട് അപമാനിക്കും. ഒരാൾ മരിക്കുമ്പോൾ കാണിക്കുന്ന സഹാനുഭൂതിയുടെ 100-ലൊരു അംശം പോലും ഒരു അതിജീവിതയോട് കാണിക്കില്ല. വാക്കുകൾ കൊണ്ട് പിന്നെയും പിന്നെയും അപമാനിച്ച് ഇങ്ങനെ സംഭവിച്ചത് അവളുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്തി തീർക്കും. ഇങ്ങനെ ഒരു ആൾക്കൂട്ട വിചാരണയെ ഭയപ്പെട്ട് തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ തുറന്നു പറയാത്തവരും ഏറെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വിചിത്രമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അതിജീവിതയെക്കുറിച്ചുള്ള ഒരു വാർത്തയ്ക്ക് താഴെയുള്ള കമന്റുകളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഇത്തരത്തിലൊരു റേപ്പ് കൾച്ചർ സജീവമായി നിലനിൽക്കുന്ന സമൂഹത്തിൽ സ്ത്രീ സുരക്ഷ എന്നുള്ളത് വെറും ഒരു വ്യാമോഹം മാത്രമാണ്. ഇനി നമുക്ക് ആർജിക്കർ കോളേജിലേക്ക് തിരിച്ചു വരാം. അവിടെ ദുരൂഹമായ മരണങ്ങൾ നടക്കുന്നത് ഇതാദ്യമല്ല. കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ കുറഞ്ഞത് 5 മരണങ്ങളെങ്കിലും ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ നടന്നിട്ടുണ്ടാവും. ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കോളേജിനെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോളേജിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നതിന് സൂചനയല്ല ഇത്. ആർജിക്കർ കോളേജിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന 5 മരണങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. ഞാൻ നേരത്തെ പറഞ്ഞ ദുരൂഹ മരണങ്ങളിൽ ആദ്യത്തേതാണ് 2001-ൽ നടന്ന സൗമിത്ര ബിശ്വാസ് കേസ്. 2001-ലാണ് 25 വയസ്സുകാരനായ 4-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി സൗമിത്ര ബിശ്വാസിനെ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ തന്റെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ചു. എന്നാൽ തങ്ങളുടെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന മാതാപിതാക്കളുടെ പരാതിയിൽ കേസ് പുനരാരംഭിച്ചു. എങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പിന്നീടും ഉണ്ടായില്ല. എന്നാൽ അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്നും പുറത്തുവന്ന വിവരണങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അശ്ലീല വീഡിയോ നിർമ്മാണവും പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റുകളും പ്രവർത്തിച്ചിരുന്നുവെന്നും അതിനെ എതിർത്തതാണ് ബിശ്വാസിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും അവർ പറഞ്ഞു. ടൈംസ് ന്യൂസ് നെറ്റ്വർക്ക് നടത്തിയ അന്വേഷണത്തിൽ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് കിട്ടിയ ട്രൈപോഡുകളും റിഫ്ലക്ടറുകളും വിദ്യാർത്ഥികളുടെ വാദം ശരിയാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. എന്നാൽ ഇതിനെപ്പറ്റിയൊന്നും അന്വേഷിക്കാൻ പോലീസുകാർ കൂട്ടാക്കിയില്ല. ഇത് മാത്രമല്ല ബിശ്വാസിന്റെ മരണം ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണെന്ന് ആരോപിക്കാനുള്ള കാരണങ്ങൾ. ബിശ്വാസിന്റെ വായ്ക്കുള്ളിൽ കുത്തിത്തിരിക്കുന്ന നിലയിൽ നിന്ന് ഒരു കർച്ചീഫ് കിട്ടിയിരുന്നു. ബിശ്വാസ് തൂങ്ങാനായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് വളരെ നീളം കുറഞ്ഞ ഒരു നൈലോൺ കയറായിരുന്നു. ആ നൈലോൺ കയർ സ്വയം കഴുത്തിൽ കുരുക്കി സീലിംഗ് ഫാനുമായി ബന്ധിപ്പിക്കാൻ വേണ്ടത്ര നീളം അതിനുണ്ടായിരുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. എന്തൊക്കെയാണെങ്കിലും പോലീസ് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ഈ റാക്കറ്റിന് പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഇവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ബിശ്വാസ് പുറത്തു കൊണ്ടുവരുമെന്ന ഭയമാണ് അവന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണവും വന്നു. ഇന്നും ആ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. അടുത്ത സംഭവം 2003-ലാണ് ഉണ്ടാവുന്നത്.
ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഹൗസ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന അർജുൻ ദത്ത തന്റെ കൈഞ്ഞരമ്പുകൾ മുറിച്ചിട്ട് ഹോസ്റ്റലിലെ പ്രധാന കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. സുഹൃത്തുക്കളുടെ മൊഴി അനുസരിച്ച് അർജുൻ അങ്ങനെ അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. വിദ്യാർത്ഥികൾ സരസ്വതി പൂജ ആഘോഷങ്ങൾക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അവർ ആഘോഷങ്ങൾക്കായി പന്തൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹോസ്റ്റലിന്റെ ഭാഗത്തു നിന്നും ശബ്ദം കേൾക്കുന്നത്. അവർ ഓടിയെത്തിയപ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അർജുനെയാണ്. പെട്ടെന്ന് തന്നെ അർജുനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അർജുൻ ദത്ത ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അടുത്ത സംഭവം നടക്കുന്നത് 2016-ലാണ്. വാടകയ്ക്കെടുത്തിരുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ 54-കാരൻ ഗൗതം പാലിന്റെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തുന്നത്. അയൽക്കാർ അപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെപ്പറ്റി പരാതിപ്പെട്ടപ്പോഴാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പൂട്ട് തകർത്ത് അകത്തെത്തിയപ്പോൾ പോലീസ് കാണുന്നത് ഗൗതം പാലിന്റെ മൃതദേഹമായിരുന്നു. തറയിൽ രക്തത്തിന്റെ സാന്നിധ്യവും മുഖത്ത് ചെറിയ മുറിവുകളും ഉണ്ടായിരുന്നു. കനത്ത കാർഡിയാക് അറസ്റ്റാണ് മരണകാരണമെന്നാണ് പോലീസ് പറഞ്ഞത്. വീട്ടുകാരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു ഗൗതം പാൽ. മൃതദേഹം കണ്ടെത്തുന്നതിന് 4 ദിവസം മുൻപാണ് അദ്ദേഹത്തെ അവസാനമായി കണ്ടതെന്ന് അയൽക്കാരിൽ ഒരാൾ മൊഴി നൽകി. ഗൗതം പാലിന്റെ മരണത്തിന് 4 വർഷത്തിന് ശേഷം 2020-ലാണ് അടുത്ത സംഭവം നടക്കുന്നത്. 2ാം വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിയായി പ്രവർത്തിച്ചു വരികയായിരുന്ന പൗലോമി സഹ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി വാർഡ് ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അന്നേ ദിവസം തന്റെ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഏകദേശം 11 മണിയോടെയാണ് 6ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് സഹ ചാടുന്നത്. ആത്മഹത്യാക്കുറിപ്പൊന്നും കണ്ടെത്തിയിരുന്നില്ല. കുറച്ചു നാളുകളായി അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നുവെന്നും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുമാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്ത്, കൃത്യമായി പറഞ്ഞാൽ 2023 ഓഗസ്റ്റിലാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഇന്റേൺ ആയിരുന്ന സുവർജ്യോതി ദാസ് മരിക്കുന്നത്. അമിതമായ അളവിൽ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് അകത്തു ചെന്നതാണ് മരണകാരണമായി പറഞ്ഞിട്ടുള്ളത്. MBBS പൂർത്തിയാക്കിയതിനു ശേഷം ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയായിരുന്നു സുവർജ്യോതി ദാസ്. 23-കാരനായിരുന്ന ദാസ് തന്റെ അമ്മാവനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. തന്റെ മുറിയിൽ ബോധരഹിതനായി കിടന്നിരുന്ന ദാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആത്മഹത്യാക്കുറിപ്പൊന്നും കിട്ടിയില്ലെങ്കിലും മരണത്തിൽ ദുരൂഹതകളൊന്നും ഇല്ലെന്നായിരുന്നു പോലീസ് ഭാഷ്യം. 23 വർഷ കാലയളവിൽ ദുരൂഹമായ സാഹചര്യത്തിൽ 5 മരണങ്ങൾ. പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യ എന്ന് തോന്നുമെങ്കിലും ഇവരാരും ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കേസുകളിൽ ഒന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പുകളും കണ്ടെടുത്തിട്ടില്ല. 2001-ലെ സൗമിത്ര ബിശ്വാസിന്റെ മരണത്തോടെ തന്നെ ആർജിക്കർ കോളേജ് കേന്ദ്രീകരിച്ച് നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായതാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് എതിരെ നിന്നതാണോ ഈ മരണങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ളത്? വനിതാ ഡോക്ടറുടെ കൊലപാതകത്തോടെ മമതാ ബാനർജി സർക്കാരിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തുടനീളം പ്രതിഷേധം കത്തി നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ഇഷ്ടപ്പെട്ട ഏതൊരു തൊഴിൽ ചെയ്യാനും അതുപോലെ തന്നെ സുരക്ഷിതമായി ഏതൊരു സമയത്തും നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാനുമൊക്കെ സ്ത്രീകൾക്ക് അവസരം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 77 വർഷമായി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.